ബ്രോ ഞാൻ ആ കാര്യമല്ല പറഞ്ഞ. ബ്രോ അല്ല പിന്നെ ഏത് പറഞ്ഞത് കാര്യം? ലൈവില് പിന്നെ ഏത് കാര്യം? അതിന് ബ്രോ എന്നെ അനുവദിക്കൂ സംസാരിക്കാൻ, എന്നാലേ ആ എനിക്ക് നീ പറയാൻ നീ നീ പറ്റത്തുള്ളൂ. സംസാരിക്ക്, നീ സംസാരിക്ക്, സംസാരിക്ക്. ആ നിന്റെ സൗണ്ട് ബ്രോയാ കൂട്ടി വെച്ചോ, ആ സംസാരിക്ക്. ആ ഓക്കെ സംസാരിച്ചു, സംസാരിക്ക്. ഞാൻ ആ സംസാരിക്കാം. ആ ബ്രോയാ പറഞ്ഞത് ആ ലൈക്ക് ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ വട്ടമായിട്ട് നമ്മൾ വീശിയിരുന്ന് ബ്രോയിനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. ആ ഇത് ഫസ്റ്റ് ടൈം ബ്രോ ഓർമ്മയുണ്ടോ? ഞാൻ സെക്കൻഡ് അയണനൊക്കെ വന്നിട്ട് ആ ഉണ്ട് ഉണ്ട് നമ്മൾ ഉണ്ട് ഉണ്ട്. ഞാൻ സംസാരിച്ച നീയായിട്ട് ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് അതിന് വേണ്ടിയിട്ടാ. അതിന് വേണ്ടിയിട്ടാണ്. ഉം, അതിന് മുന്നോടിയായിട്ട് ഉം, ബ്രോ രായണ്ണന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉം, ബെല്ലാരിയിൽ മുച്ചിരിയുടെ കേസിനാണ് ഉം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഉം, അപ്പൊ രായണ്ണൻ പറഞ്ഞ് ഇത് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഉം. ഇത് അവിടുത്തെ അന്ന് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ബ്രോ സംസാരിക്കുന്നത് രായണ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ബ്രോ പറഞ്ഞ് ഞാൻ ലൈവാണ്, ലൈവ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ആ 3 ദിവസവും ലൈവ് കഴിയണ വരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. എടാ ബ്രോ അതൊക്കെ വിട്, വന്നിട്ടില്ലേ? അത് വിട്ടോ. ഞാൻ വന്നില്ല, ശരിയാ. അല്ല ഞാൻ വന്നില്ല, അതിനല്ല. അതിനകത്തൊരു കാരണമുണ്ട്. അത് ഞാൻ അത് പറയാനാണെങ്കിൽ വേറെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ടി വരൂലേ വില്ലി? ഓക്കെ വില്ലി ഓക്കെ, പറയേണ്ടി അല്ല വരൂലേ ഞാൻ വേറെ കുറെ പറയുന്നേ ബ്രോ, ആൾക്കാരുടെ? ബ്രോ അതൊന്നും ഞാൻ എനിക്ക് ഇവിടെ പറയുമ്പോ അതിന്റെ പറയാൻ. ഇടയിൽ നിന്നോട് പറഞ്ഞ ഞാൻ എനിക്കൊന്നും ചോദിക്കണേ, പറയില്ല. അല്ല എടാ നിന്നോട് ഞാൻ എടാ ഈ ലൈക്ക് ആ ഔട്ട് ഓഫ് കോണ്ടാക്ട് എന്തുണ്ടാ വലിയ സംസാരിക്കണേ? നമ്മളിപ്പം നീ ഇതിനെ ബ്രോ പറ്റി നമ്മളിപ്പോ പറഞ്ഞ സംസാരിക്കടാ. കാര്യം പറഞ്ഞ അല്ല, ബ്രോ തുടക്കം തൊട്ടുള്ള കാര്യം പറഞ്ഞു ചന്ദ്ര, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ. അല്ലല്ല ഞാൻ തുടക്കം തൊട്ടുള്ള ആ അല്ലല്ല ഞാൻ നീ വിട്. ഞാൻ തുടക്കത്തിലുള്ള അതൊക്കെ എന്റെ ലൈവിൽ എന്റെ സൗകര്യമാണ്. നിന്നോടൊക്കെ ആ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇട്ട് ലൈവ് ഇട്ട് എന്നെ ഇട്ട് അവരാധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ആ നിനക്കൊക്കെ? ഓക്കെ, ലൈവ് ഇട്ട് അപരാധിച്ചെന്ന് ബ്രോ പറയുന്നു. ഉം. എന്റെ വിഷ്വൽ അല്ലെങ്കിൽ എന്റെ വോയിസ് വരണ ആ ക്ലിപ്പിൽ ബ്രോ തന്നെ ഒന്നും കൂടെ കേട്ടു നോക്ക്. അതിനകത്ത് ഞാൻ ബ്രോയിന് എന്തോ പറയണേ, അതിനകത്ത് ഞാൻ ബ്രോ തന്നെ ആ ലൈവ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈവിൽ പ്ലേ ആക്കി കാണിച്ചു കൊടുക്കും. ഞാൻ അതിനകത്ത് ബ്രോയിന് എന്തോ പറയണേ, നിന്റെ കുരുവി. സംശയം നിക്ക് എനിക്ക് നിക്ക് നിക്ക് ആ നിക്ക് 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 അല്ലല്ല ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഓഡിയോക്കകത്ത് അവര് പറയണല്ലോ നിനക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അവിടെ. ഏ? അല്ല ആ, അത് ഓക്കെ, ഞാൻ ആ, പറഞ്ഞിട്ട് ആ ആ. പുള്ളിയുടെ തന്നെ ഒരു വോയിസും കൂടെ ഉണ്ട്, നമുക്കായിട്ട് എടാ അയച്ചെന്നതാ. ആ പുള്ളി എന്ത് ലൈക്ക് കുണ്ണയാലും എനിക്കൊരു പറയില്ല, മനസ്സിലായി? അവനാരും അത് തന്നെ എന്റെ മോനാ, അവൻ എന്റെ മോനാ. ബ്രോ, അവൻ ഇനി ഞാൻ എന്നെ നീ അതല്ലേ പറഞ്ഞെന്ന് പറഞ്ഞേ. പറയണത് എടാ ബ്രോ. വില്ലി, എടാ ഞാനൊരു ആ കാര്യം പറയട്ടെ. നീ ആ എവിടോട്ടാ ഇത് തെള്ളിക്കൊണ്ട് പോകണം? നീയൊക്കെ എന്തിനാ ഞാൻ തള്ളിക്കൊണ്ട് നിന്റെ പോണല്ല. കാര്യം, നിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല. ഞാൻ നീ ഇത് സംസാരിച്ചില്ലെന്ന് വിചാരിച്ചോ? അല്ല എന്നാ നീ ആ കുരു ബെല്ലാരി എന്തിനാ സംസാരിച്ചത്? ബെല്ലാരി അന്തേരി എന്തിനാ സംസാരിച്ചെന്ന് ചോദിച്ചേ? ബെല്ലാരി ബെൽ അന്തേരി എന്തിനാണ് ഇത്രയും നാള് നമ്മൾ ഒരു ഇതായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അപരാധിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നെന്നാ നിന്നോട് ഞാൻ ചോദിക്കണേ? എന്തായിരുന്നു ശരി അതിന്റെ ബ്രോ, ആവശ്യം? ഞാൻ പറയട്ടെ, ആ ഇനി ഞാൻ പറഞ്ഞോട്ടെ. ബ്രോ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ സംസാരിച്ചോട്ടെ. നീ ഇപ്പൊ വീണ്ടും 2 നൂറ്റാണ്ട് അപ്പുറത്തുള്ള കാര്യത്തിലോട്ട് നീ പോവും. അല്ല അത് ചന്ദ്ര, ഇന്നലത്തെ കാര്യം ഞാൻ പറയണ. അതെങ്ങനെയാ രണ്ട് ഇന്നത്തെ കാര്യം പറ, നൂറ്റാണ്ടാവണേ? ഇന്നത്തെ ഇന്നലത്തെ കാര്യം പറ. കാര്യം പറഞ്ഞ ഇതിനകത്ത് ആദ്യം ഈഗിൾ ബ്രോ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമതൊരു ചോദ്യം ചോദിക്കണേ. അപ്പൊ എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കാര്യം എന്താ, ഞാൻ എവിടെയാ ബ്രോ എന്നെ ലൈവിൽ ഇപ്പൊ തെറി വിളിച്ചു, തന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ പറഞ്ഞു. കാര്യം, ഞാൻ ബ്രോയിനെ ഇതുവരെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. ബ്രോയ്ക്ക് അങ്ങനെ ഒരു ചാറ്റോ ഒരു ഇതോ ബ്രോയ്ക്ക് ആണെങ്കിൽ എവിടെ നിന്ന് അല്ല കിട്ടാണ്? പിന്നെ ബ്രോയ്ക്കും കുറെ. നിന്റെ കൂടെ ഇത്രയും നാൾ നടന്നവന്മാര് ചുമ്മാ ഒന്ന് പറയോ നിനക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന്? അതാ ഞാൻ പറഞ്ഞത്, അല്ലല്ല അത് ഞാൻ ഞാൻ കംപ്ലീറ്റ് വേറെ ആകട്ടെ. ചോദിച്ചോട്ടെടാ, ആ നിനക്കൊക്കെ മാത്രമേ വണ്ടിയും പണിയും അറിയത്തുള്ളൂ. നിന്റെയൊക്കെ മുകളിൽ ആരെങ്കിലും വണ്ടി പണിത നീയൊക്കെ സ്റ്റോറി ഇട്ട് കൂമ്പി കളയോ? നീയൊക്കെ ആരാണ് നിന്റെ വിചാരം? ഏടാ ഇന്നലെ അല്ല ഒരാൾ വന്ന് അയാൾ ചെയ്തിട്ട് പോകണ്ട, അതൊക്കെയാണ് പ്രൊഫഷണലിസ്റ്റ്. അല്ലാതെ നിന്റെ പോലെ ഈ അണ്ടി വലിച്ചു വിട്ടിരിക്കുന്നതല്ല. അതാദ്യം മനസ്സിലാക്ക്. നീ ഒരു വണ്ടിയുടെ പേരിൽ കുറെ നാളായിട്ട് സ്റ്റോറി ഇട്ട് കൂമ്പുന്നുണ്ടല്ലോ. നീ ആരാണ് നിന്റെ വിചാരടാ വില്ലി? നീ ആരാ നിന്റെ അല്ല വിചാരം? നീ കുറെ ദിവസമായിട്ട് ഞാൻ സ്റ്റോറി ആ കുമ്പണല്ലോ. നീ ആരാ നിന്റെ അതെ. വിചാരം? നിന്റെ കുണ്ണ വണ്ടി മാത്രം ഓടിച്ചോണ്ടിരിക്കണോ ഞങ്ങളൊക്കെ? അല്ല പിന്നെ അത് ഓട്ടിക്കാൻ വണ്ടിയൊക്കെ പറ്റത്തില്ലല്ലോ. വളക്കാ. ബെല്ലാരിയുടെ പിന്നെ വണ്ടിയാണ് ഞാൻ സ്റ്റോർ നീ ചെയ്യണത് ബ്രോ. അതെങ്ങനെ ബെല്ലാരിയുടെ ബ്രോയ്ക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റുന്നത്? സോറിയുടെ നീ ബെല്ലാരിയുടെ എന്ന് പറഞ്ഞു എടുത്ത് ഊമ്പണ്ട. ഈ ബെല്ലാരി എങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്ത് ബെല്ലാരി പറയണ്ട. നീയൊന്നും ഇല്ലാത്ത ആ സമയത്തുള്ള ബെല്ലാരി എനിക്കറിയാം. നീ ആരാ? ആ നീ ആരാ ബെല്ലാരിയെ പറ്റി സംസാരിക്കാൻ? നിന്നെ പറ്റി സംസാരിക്കണം. നീ ഞാൻ സംസാരിച്ചു ബെല്ലാരിയെ ബെല്ലാരിയുടെ പറ്റി പോലി സംസാരിക്കാൻ നീ എന്റെ അടുത്ത് വരണ്ട, ഞാൻ മനസ്സിലായ? ബെല്ലാരിയുടെ പോലി ഇടുക ബ്രോ, എനിക്ക് ആ സംസാരിക്കാൻ പിന്നെ പറ്റുമല്ലോ. ബെല്ലാരിയുടെ പാറി ലീഡർ പോടാ കുണ്ണ ഇറങ്ങിട്ട്. ബ്രോ ബ്രോ പിന്നെ തെറി ഞാൻ വിളിക്കരുത് കാര്യം ബ്രോ, തെറി ഒറ്റ വിളിക്കരുത് ഒറ്റ മിനിറ്റ് ബ്രോ, നീയൊക്കെ ഇത്ര ഒറ്റ ബ്രോ. നാളെ മിനിറ്റ് ബ്രോ, ഊമ്പിച്ച് തെറി നീയൊക്കെ ഒരു മിനിറ്റ്. എന്റെ ട്രിഗർ മുമ്പിൽ ആണോ? ബ്രോ നിനക്ക് ട്രിഗർ സംസാരിക്കാനാ ആണോ വന്നത്. നിനക്ക് ട്രിഗർ ഞാൻ ആണോ ട്രിഗർ പൂരിമല ആയിട്ടില്ലേ നിനക്ക്? ബ്രോ, ഞാനല്ല ഹലോ ട്രിഗർ ബ്രോ, ആയേ. ഈഗിൾ ബ്രോ, ഈഗിൾ ബ്രോ, ഈഗിൾ ബ്രോ, ബ്രോ ഈഗിൾ ബ്രോ, ഞാനല്ല ഈഗിൾ ബ്രോ, ഒരു ട്രിഗർ മിനിറ്റ്, ആയേ. ഈഗിൾ ബ്രോ, ഒരു ബ്രോ മിനിറ്റ്, ഒരു മിനിറ്റ് കാര്യം ഞാനല്ല പറയട്ടെ. ട്രിഗർ ആയത്, ഒറ്റ മിനിറ്റ് ബ്രോ, മനസ്സിലാക്കി. ഒറ്റ മിനിറ്റ് ബ്രോ, ഞാനല്ല ഈഗിൾ ബ്രോ, ട്രിഗർ ആയത്. ഈഗിൾ ബ്രോ, ഈഗിൾ ബ്രോ, ഒരു നിന്റെ മിനിറ്റ്, പെർമിഷൻ ഒറ്റ മിനിറ്റ് ചോദിക്കലും ബ്രോ. നിന്റെ അണ്ടി ചോദിക്കലും ഞാൻ നീ പെർമിഷൻ ചോദിച്ചിട്ടാണ് പിന്നെ അവിടെ ലൈവ് ഇട്ടത്. ബ്രോയുടെ ഈഗിൾ ബ്രോ, ബ്രോയുടെ ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ കാര്യം ഞാനല്ല പറയട്ടെ ലൈവ് ഈഗിൾ ബ്രോ. ഇട്ടത്. ഞാൻ നീ സംസാരിക്കണ്ട വില്ലി പൂർണ്ണിമനെ അറിയപ്പെടാ വീശിന്ന്. മറ്റേ നീ സംസാരിക്ക്. ഈഗിൾ ബ്രോ അത് കാര്യം സംസാരിക്കണ്ട കേട്ടോ, ആപ്പുണ്ട ശിവൻ. ഇതിപ്പോ അവൻ ഇപ്പൊ മാന്യം വേറൊന്നുമല്ല. കളിക്കാൻ വന്നേക്കുന്നേ. ബ്രോ ഞാൻ ഒരു കാര്യം പറയാം ഡാർക്കെ. എല്ലാരും എന്നോട് എ ക്ലാസ് തന്തയില്ലാത്തവനാണ് ഈ വില്ലി ഇവൻ. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാൻ ഇപ്പോഴും പറയാം. അവൻ ബെല്ലാരിയുടെ കോലീഡറാണെന്ന് പറ. പാടാടുത്ത കുണ്ണ ഏതാന്ന് വെച്ചാ വാ സംസാരിക്കാൻ വാ. നീ ബെല്ലാരിൽ ആർക്കാന്ന് വെച്ചാ അന്തേരിയിലും വാ വന്നിരുന്ന് വീസിക്കകത്ത് മറ്റേ പട്ടി ഇറച്ച പോലെ ചെലച്ചന്മാരൊക്കെ വാടാ. ഇനി നിനക്കൊക്കെ ഉള്ളത് പറയുണ്ടാക്കിയിട്ട് ഞാൻ പോത്തുള്ളൂ ഇവിടുന്ന്. വില്ലി വന്നിട്ടുണ്ട് ഡ്രാഗ് ചെയ്യണ. വേണ്ട വേണ്ട.
അത് തെറി വിളിക്കാനായിട്ട് എല്ലാരും ഒബീറ്റോ സെക്കൻഡ് ഇവന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗ് ഡ്രാഗ് ചെയ്യണോ? എന്തിനാ പോക്കൃത്തത്തിനൊക്കെ ഒരു പരിധി ഉണ്ട്. എടാ ആ വില്ലിനും കൂടെ ഒന്ന് വലിക്കാവോ? എടാ നിങ്ങള് കുറച്ച് ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതി ഇപ്പൊ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആ അതെ നമ്മൾ തെറിവിളിക്കാനോ ഒന്നിനോ അല്ല വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു. എന്റെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. വില്ലി വന്നത് വണ്ടിയുടെ കേസ് സംസാരിക്കാനല്ല. ഇന്നലെ നിങ്ങൾ ലൈവ് ഇട്ട് അവരാധിച്ചു എന്ന് പറഞ്ഞില്ല, അതിന്റെ കേസ് സംസാരിക്കണം വില്ലി വന്നേ. വണ്ടിയുടെ സൈഡ് അവനായിട്ട് കണക്ട് സ്റ്റാൻസ് മറ്റേ പറഞ്ഞത് വില്ലിയാണോ? ചന്ദ്ര, അത് ഈഗിൾ ബ്രോ പറഞ്ഞ് ഞാൻ ഈഗിൾ ബ്രോ എന്നെ തെറി വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഈഗിൾ ബ്രോ ഞാൻ തെറി വിളിച്ച, എന്നിട്ട് പറഞ്ഞു വില്ലി നിനക്കുള്ള ഞാൻ തരാം. ഞാൻ അത് എന്റെ സൈഡ്, ഞാൻ അവിടെ എന്താ സംസാരിച്ചതായ പിഒവിലുണ്ട്. ഇന്നലത്തെ ഓക്കെ, ഞാൻ പറഞ്ഞത് ഇന്നലെ കുരുവിയാണെങ്കിൽ സേക്കൻഡ് അടുത്ത് ഇങ്ങനെ ആ ക്ലിപ്പിലെ കാര്യം ഒന്നുകൂടെ പറയണേ. ആ സേക്കൻഡ് അടുത്ത് പറഞ്ഞ് എടാ ഇപ്പൊ ഈ വണ്ടി കൊള്ളാന്ന് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി കൊള്ളാന്ന് പറയും എന്ന് പറഞ്ഞു. നോർമലി നിങ്ങൾ ഒരു ഗ്യാങ് കൊണ്ടുവരുന്ന വണ്ടികളൊന്നും ഇത് ഊമ്പിയ വണ്ടിയാ, ഇത് വേണ്ട. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ കാര്യം, നിന്റെ കാഴ്ചപ്പാടൊക്കെ എന്റെ കാഴ്ചപ്പാടല്ല, ഞാൻ എന്റെ കാര്യം പേഴ്സണലി ഒരു വണ്ടി കൊണ്ടുവരുമ്പോ ഈ വണ്ടി ഊമ്പല, ഇത് കൊള്ളത്തില്ല, എന്റെ പഴയ വണ്ടിയാന്നല്ല. അപ്പൊ പണിതവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല, ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ നിൽക്കണമെന്നാണോ നീ എനിക്ക് പറയണ പോലെ നിൽക്കണമെന്നാണോ നീ പറയണേ? ബ്രോ ഒന്നാമത് ആ കാര്യം പറഞ്ഞത് ഞാനല്ല, ഞാൻ പറഞ്ഞത് എന്റെ സൈഡാണ് ഞാൻ പറയണത്. ആ പറഞ്ഞ ആളുടെ അടുത്ത് ബ്രോ ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രോക്ക് അത് ചോദിക്കണമെന്നേ ആ ചോദ്യം ബ്രോ ആളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞ എന്റെ സൈഡാ ബ്രോ, എന്റെ സൈഡിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഒരു വേർഡിംഗ് ഉണ്ട്. ലൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരുവിന്റെ അടുത്ത് ഒരുമാതിരി കുരുവിയുടെ സ്റ്റാൻസ് അല്ലേ ഈകളിനെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ റീസണാ പറഞ്ഞത്. അതിനുശേഷം ഒരു ചെറിയ പോർഷനും കൂടെ ആ കട്ടെടുത്ത് കൊണ്ട് തന്നവൻ എന്തോ ഭാഗ്യത്തിന് തന്നിട്ടുണ്ട്. ലൈക്ക് അവൻ തന്നിട്ടുണ്ട്. അല്ല അവൻ പറയണത് ഇത് മാത്രമല്ലല്ലോടാ ഇൻസിഡന്റ്, ബ്രോ ഏത് ഇൻസിഡന്റ് കാണിച്ചു തന്നാലും അതിനുള്ളത് നമ്മുടെ പറയാനും കാണിക്കാനും ഉണ്ട്. അതാ പറഞ്ഞത്. അല്ലല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നായിട്ട് യാതൊരു ഇല്ല അങ്ങനെ ഒരിക്കലും പറയണില്ല ബ്രോ, അങ്ങനെ പറയണില്ല. യാതൊരു പ്രശ്നമില്ല, നിങ്ങളെ നമ്മളെ ഒന്നും അപരാധിച്ചിട്ടില്ല, എന്റെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ എന്റെ ലൈവ് കണ്ടിരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ? അല്ല ബ്രോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ബ്രോ, അങ്ങനെ പറയുന്നില്ല. ഈഗിൾ ബ്രോ എന്നെ അനുവദിക്കുന്നില്ല പറയാൻ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രോ പറഞ്ഞു എന്താന്ന് വെച്ചാ, അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അതിനുശേഷം അവൻ എന്നെ കളിയാക്കിക്കൊണ്ട് ഒരു ഇതും കൂടെ സംസാരിക്കണുണ്ട്. ഞാനും അവനും തമ്മിൽ സ്ഥിരം വീസിയില് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കണതാ. ഞാൻ അവനെ ഊക്കിയതാണ്. അതിൽ ബ്രോയ്ക്ക് അത്രയും രോഷം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യില്ല. ഞാൻ അവനെ പറഞ്ഞതാണ് കുരുവിയുടെ ചാൻസ് അല്ലെ. ഞാൻ ഇവിടെ തന്നെ കുരുവിയുടെ പറയും നീ അരമണിക്കൂറായിട്ട് ഇരിക്കണം. എനിക്ക് ഇതിനൊക്കെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇതിനൊക്കെ നിനക്ക് ബ്രോ ഈ പറയുമ്പോ ഒന്ന് പോസ് ചെയ്യോ? ഇതിനകത്ത് എന്റെ പേരൊന്ന് കാണിച്ചോ. നിന്നെ മാത്രമായിട്ടല്ലല്ലോടാ ഞാൻ എന്റെ കാര്യമോ പറയണത്. കഴിഞ്ഞില്ല. അല്ല എന്റെ അടുത്ത് സോറി പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടില്ല ബ്രോ സോറി. ഇല്ല കഴിഞ്ഞില്ല ബ്രോ. അതാ ഞാൻ പറയുന്നേ. ബ്രോയ്ക്ക് ഇപ്പൊ ഞാൻ ബേസിക്കലി ബ്രോയിനെ അവിടെ മെൻഷൻ ചെയ്ത് സംസാരിക്കുക ഒന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ഓക്കെ മെൻഷൻ ചെയ്ത് പേര് പറഞ്ഞു ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാണ്ട് ബ്രോയിനാണ് അല്ല ബ്രോ അങ്ങനെയല്ല. ബ്രോയിന് ഇന്റൻഷനലി ഇത് മറ്റേ ഈകളുടെ സ്വഭാവം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ആ കുരുവിനെ അവിടെ കളിയാക്കിയത് അത് ബ്രോയ്ക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യല. രണ്ടാമത്തെ കാര്യം ഈ ഒരു കാര്യം അല്ലാണ്ട് ഈ ഒരു കാര്യം 40 ഈ 40 എന്റെ ഞാനത് കണ്ടപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, നീ അവിടെ ചോദിക്കുന്നുണ്ട് കുരുവിയുടെ സ്വഭാവം അല്ലേടാ എന്ന് പറയുന്നുണ്ട്. നീ പറയുന്നത് കുരുവിനെ കളിയാക്കുവാന്ന് അല്ലേ? നീ അവിടെ കുരുവിയുടെ സ്വഭാവം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? കുരുവിയുടെ സ്വഭാവം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈകളെന്ന് തന്നെ പറഞ്ഞ അത് കുരുവിനെ നീ കുരുവിനെ കളിയാക്കുന്ന അത് കുരുവിനല്ലേ കളിയാക്കണ? ഒരു നിന്റെ സ്വഭാവം കാണിക്കുക അങ്ങനെ അവനല്ലേ കളിയാക്കി പറയണേ? അതല്ല
ബെല്ലാരിയുടെ കോ ലീഡർ ആണെന്നല്ലേ നീ പറഞ്ഞേ? അപ്പൊ ബെല്ലാരി അതെ, അതെ. റെപ്രസെന്റ് ചെയ്ത് നിനക്ക് എന്താ പറയാനുള്ള ഈ ചെയ്തതിന്? ബെല്ലാരി റെപ്രസെന്റ് ചെയ്ത് എന്തോ പറയാനുള്ളത് ബ്രോ? ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ തന്നെ തിരിച്ച് പറഞ്ഞത്, അല്ലാണ്ട് അവിടെ ആരും ഇതാക്കി പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു സെക്കൻഡ് അതായത് നീ നമ്മൾ ബെല്ലാരിയെ പറ്റി നമ്മൾ പറഞ്ഞത് നീ ഒന്ന് കാണിച്ചു തന്നാണ് ഇവിടെ ബ്രോ കാണിച്ചത്. ബെല്ലാരി ഇല്ല എന്നിട്ട് സംസാരിച്ചായിരുന്നു. ഓക്കെ, അതായത് ബെല്ലാരി നമ്മൾ പറഞ്ഞ് കാണിച്ചിട്ട് നീ ഇനി സംസാരിക്കണം. അതെന്നെ പറയട്ടെ, നമ്മൾ ആരെങ്കിലും പറയണ പറയാ ചന്ദ്ര, ചൂടായിട്ട് കാര്യമില്ല. സംസാരിക്കാൻ വിളിച്ചാൽ സംസാരിക്കണം. ഇത് നിന്റെ ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണവീശി ഒന്നും അല്ല, മനസ്സിലായോ? നിന്റെ താളത്തിനനുസരിച്ച് ഇവിടെ തുള്ളിയിരിക്കാൻ നീയൊക്കെ നാട്ടുകാരെ ആരാധിക്കുമ്പോ പറഞ്ഞിട്ട് പോ. സംസാരിക്കണം ബ്രോ. ഈ തട്ടകത്തിൽ മനസ്സിലായോ? അല്ലെങ്കിൽ പറയത്തില്ല, പറയട്ടെ. അല്ലല്ല, ഞാൻ പറയട്ടെ. നീ പറ. അന്ന് ബെല്ലാരിയായിട്ട് ബെല്ലാരി പോലെ അറിയാണ്ടാണ് ഒരു ദിവസം ഈകളുടെ ലൈവിൽ തന്നെ ബെല്ലാരിയായിട്ട് ഇനി ബ്രദർഹുഡ് ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞത്. ആ കാര്യം പോലും നിന്റെയൊക്കെ എനിക്ക് മനസ്സിലായതിന്റെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറയുന്നതാ ബ്രോ. ഓക്കെ, അത് ബ്രോയുടെ ഇഷ്ടം. ബ്രദർഹുഡിന്റെ കാര്യം പറഞ്ഞു, ബാക്കി ബ്രദർഹുഡ് ഇല്ലെന്ന് പറഞ്ഞ ആ കാര്യത്തിൽ അപ്പൊ ബെല്ലാരിക്ക് അവിടെ എന്താ ഇഷ്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ കാര്യം പറയട്ടെ ബ്രോ. ലൈവിൽ അത് പറയണേനു തൊട്ട് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും ബ്രോ ഈ പറയണ പോലെ ശരിയാ, ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണ വീസി ബ്രോ പറയണ ആ വീസിലെല്ലാം ബ്രോയ്ക്ക് ആക്സസ് ഉണ്ടായിരുന്നു. എനിക്ക് നിന്റെ ഒന്നും വീസി വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് നിന്റെ ഒന്നും വീസിൽ വരേണ്ട ആവശ്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. ഞാൻ അവരോട് സംസാരിച്ച് മനസ്സിലായോ? ഞാൻ അവരോടൊക്കെ സംസാരിച്ച്, അല്ലാതെ നിന്നോട് സംസാരിക്കണം, നിന്നോടൊന്നും വന്ന് സംസാരിക്കണം, നിന്നോട് വീസി വന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ബ്രോ. അത് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാം ബ്രോ പറഞ്ഞതിന് ശേഷമാണ് അതൊക്കെ സംസാരിക്കണേ. ബ്രോ ബ്രദർ എടീ എന്തോ ഇഷ്യൂ എന്ന് പറയുന്ന വില്ലി, നീ നമ്മള് 10 പറയുമ്പോ നീ 100 പറയുന്നുണ്ട്. ഞാൻ 100 പറയുന്നുണ്ട്, 10 പറയണുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറയണ്ടേ? എന്നെ അനുവദിക്കും മൊത്തം പറയാം. മൊത്തം പറയട്ടെ, അതായിരിക്കും കുറച്ച് നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ലൂപ്പായി പോകും. അതങ്ങനെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ അടുത്ത് പോലും അന്വേഷിച്ചിട്ടില്ല എന്താണ് ഇഷ്യൂ എന്ന്. നമ്മളെ അടുത്ത് പോലും ചോദിച്ചിട്ടില്ല. ശരി, ബ്രോയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ലായിരിക്കും. പക്ഷെ എന്നാ പോലും ഇപ്പൊ ബ്രോയ്ക്ക് തന്നെ അറിയാം, ബ്രോ ഒരു കാര്യം ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിനെ ട്രസ്റ്റ് ചെയ്യണം ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട്. അവര് ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ മെക്കട്ടോട്ട് വരും. അത് ബ്രോയ്ക്ക് ഓൾറെഡി അറിയാന്നുള്ള കാര്യം തന്നെയാണല്ലോ. ബ്രോ ഒരു കാര്യം പോലും നമ്മളടുത്ത് ഈ പറയുന്ന രായണന്റെ അടുത്ത് ചോദിക്കേണ്ട ബ്രോ പറഞ്ഞു. അതിനുശേഷമല്ലേ വൈകുന്നേരം നമ്മൾ സംസാരിക്കണത്. ഞാൻ അന്നാണ് സ്റ്റോറി ഇടുന്നത് ബ്രോ, അന്നാണ് എനിക്ക് DM ചെയ്യണത്. അപ്പൊ നീ കാര്യം ചോദിക്കട്ടെ, ഈ 4.5 വർഷം ഈ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത ഓഡിയൻസ് തന്നെയല്ലേ ബെല്ലാരിക്കയുടെ പ്ലേയേഴ്സിന് ലൈവിലൊക്കെ വന്ന് കണ്ടോണ്ടിരുന്നതും ഇതാക്കിയതും? അന്നേരം നിനക്കൊക്കെ എവിടെ പോയി ഈ ബ്ലൈൻഡ് ഓഡിയൻസിന്റെ വില ഇല്ലായ്മ? ബ്രോ ബ്ലൈൻഡ് ഓഡിയൻസിന് വിലയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്രോനെ ട്രസ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ചെയ്യുന്ന ഓഡിയൻസ് അത് തന്നെയാണ് ഈ പറയണ എല്ലാം കണ്ടോണ്ടിരിക്കുന്നതും എല്ലാം ഇതാക്കണതും. ടിവിയുടെയും ബെല്ലാരിയുടെയും ഒക്കെ കോമൺ ഓഡിയൻസ് അവരൊക്കെ തന്നെയാ. അവരുടെ അല്ലല്ല നിക്ക്, നിന്നെ പറ്റി നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തെന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ഒരു ബേസിക് ഒരു ഇഷ്യൂ നടക്കുമ്പോ ആ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് ബ്രോ സംസാരിക്കണത്. ബാക്കി അപ്പുറത്തെ സൈഡ് എന്തോന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു ഇതുപോലെ ബ്രോക്ക് എന്താന്ന് അന്വേഷിക്കണ്ട, ജസ്റ്റ് ചോദിച്ച നമ്മൾ അങ്ങോട്ട് എന്ന് പറയത്തില്ലേ ബ്രോ? അതുപോലെ നേരത്തെ ചന്ദ്ര പറഞ്ഞ് ബെല്ലാരിയില് അല്ലല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. നേരത്തെ ചന്ദ്ര പറഞ്ഞ ആ ഗ്യാങ്ങിലെ കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്യൂസ് ഉള്ളെന്ന്. നേരത്തെ ഗ്യാങ്ങിലുള്ളവർക്ക് മാത്രമേ കുറച്ച് പേർക്ക് ഇഷ്യൂസ് ഉള്ളെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇഷ്യൂസ് ഉള്ളത് അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന സമയത്ത് വിട്ടെന്ന് പറയുന്ന സമയത്തും കുറച്ച് പേർക്കോ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് വന്ന് സംസാരിക്കുന്ന ഇതുണ്ടല്ലോ, അത് മാന്യത നിങ്ങൾ കാണിച്ചായിരുന്നു. നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, ബെല്ലാരിയിൽ നിന്ന് മുച്ചിറി എന്തിനാ പുറത്താക്കിയേ? ബെല്ലാരിയില് മുച്ചിനെ പുറത്താക്കിയത് അവൻ ഇങ്ങനത്തെ ഓരോ റെക്കോർഡിങ്സ് കൊണ്ട് കാണിച്ചോണ്ടാണ് ഇതാക്കിയത്. എന്ത് റെക്കോർഡിംഗാ കൊണ്ട് കാണിച്ചേ? അവൻ വീസില് നമ്മൾ അവൻ ക്ലിയർ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല ബ്രോ. ലൈക്ക് എനിക്കറിയാന്നുള്ള ഒന്നാമത്തെ പറഞ്ഞോ അതെന്തോ സ്നൈപ്പ്, സാവേജ്, മല്ലു ഗെയിം മീൻസ് ബാലൻ, ഇങ്ങനെ കുറച്ചൊരു 3-4 പേര് എടുത്ത് ഒരു കയ്യകലം പാലിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് അവന്റെ അടുത്ത് പറഞ്ഞ്
ബ്രദർഹുഡ് പ്ലേയേഴ്സിന്റെ അടുത്ത് കയ്യകലം പാലിക്കണമെന്ന് പറഞ്ഞു. ജമാലു സാക്ക് ഇവരോടെല്ലാം മീറ്റിംഗ് വിളിച്ചിട്ട് TV ആയിട്ട് ഇനി RP ചെയ്യരുത്, അല്ല TV അല്ല ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരായിട്ട് RP ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ ദോഷമാണ് ഇവന്മാർ ഈ POV കൊണ്ട് എന്റെ അടുത്ത് കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് മുച്ചിരി അവിടുന്ന് പുറത്താക്കണേ. മനസ്സിലായ? അത് പറഞ്ഞു. ഇപ്പൊ ഈ ടോപ്പിക് കഴിഞ്ഞില്ലടാ വില്ലി, ഒരു സെക്കൻഡ്. അപ്പൊ നിനക്കൊക്കെ ഇല്ലായിരുന്നോ TV ബ്രദർഹുഡ് ആണ് അവിടുത്തെ നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC-യാ, ഇവിടെ വന്നിരുന്നു ഒന്ന് സോൾവ് ആക്കായിരുന്നു, സംസാരിക്കായിരുന്നു. സംസാരിക്കായിരുന്നു. നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC അല്ലേ? എവിടെ പോയടാ നിന്റെയൊക്കെ ആക്സസ്? എല്ലാം ശരി ബ്രോ, സമ്മതിച്ചു. ഞാൻ ആ ടോപ്പിക് എന്റെ, നീ ബാക്കി പറയണ്ട. ആ ടോപ്പിക് എന്റെ, ഈ ബ്രദർഹുഡ് സാധനം നമ്മൾ ലൈവിൽ പറഞ്ഞ നീ പറഞ്ഞില്ലേ? അല്ലല്ല, അങ്ങനെ അല്ലല്ലോ, അങ്ങനല്ല. ആ ടൈമിലാണ് സ്നൈപ്പൊക്കെ TV കേറുന്ന ടൈം, കേറി നിൽക്കുന്ന ടൈം. ടൈമോ ഇറങ്ങുന്ന ടൈം, കേറിയ ടൈം തൊട്ട് അവന്റെ പേര് TV എന്നാണ്. അല്ലല്ലോ, അല്ല സ്നൈപ്പ് നീ ഒരു വർഷമായത്. ആ ടൈമിൽ ഒരു വർഷമായ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ടൈമിലില്ലേ, ആ ടൈമിൽ സോള് പറഞ്ഞതേ VC-ലോട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. എന്റെ ഇപ്പോഴാടാ, എന്റെ ഇപ്പോഴും ആ POV ഉണ്ട്. POV കാണിക്കണേ കാണിക്കാം. നമ്മള് പറയാനിരുന്നത് നമ്മുടെ മര്യാദ. പക്ഷേ POV-ല് നമ്മുടെ മര്യാദയാണ് കേട്ടോ വില്ലിയെ. ബാല മറ്റേ ലൈവിൽ കിടന്നിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കണതും പുറത്തു പറയുന്ന മര്യാദ അല്ല ബാല. പറഞ്ഞോളൂ, അതേപോലെ നിന്നെ എന്തായില്ലാന്നത്ര ഡിസ്കോഡിൽ ഞാൻ എന്തോ പറഞ്ഞേ, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈവില്, അല്ലാതെ നിന്നെ പോലെ തന്തയില്ലായ്മ തര മറ്റേ ഡിസ്കോഡിൽ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാവും. കുണ്ണാ എന്നൊക്കെ പറയുന്നതാണോ നിന്റെ മര്യാദ? ഇത് നിങ്ങളല്ലേ മുച്ചിരിന്റെ POV പറയണ നിങ്ങളല്ലേ? എന്തോ പറയണത്? നമ്മൾ എന്തിനു നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പറ. അല്ല സ്നൈപ്പേ, അല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതിലെന്താ നമ്മളൊന്ന് പറഞ്ഞിട്ടല്ലോ. നിന്നെ തന്നെ കാണിക്കാം. നിന്നെ ആ ഞാൻ ലൈവിൽ അവരാന്നും പറഞ്ഞു. ഓക്കെ ശരിയാണ്. നീയൊക്കെ എന്താണ് കാണിച്ചത്? നീയൊക്കെ ലൈവിൽ വരുന്ന മാന്യത കാണിച്ചിട്ട് ഓഫ്ലൈൻ യൂസ് ചെയ്തു. അല്ല നീ ഒരു സെക്കൻഡ് വില്ലി, ഇത് നീയാണോ ഈ TV വരെ വണ്ടി പണിഞ്ഞേ? അല്ല പിന്നെ എന്താ ഇത്ര ആവേശം കൊള്ളാ? ഞാൻ വണ്ടിയുടെ പേരിൽ എന്തോ ഇട്ടത്? അല്ല നീ ആ കൂട്ടത്തിലൊക്കെ സംസാരിച്ചല്ലേ? എല്ലാവരും കുറെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളാണോ ഈ വണ്ടി പണിയെന്നാണ് ചോദിക്കണേ? അതിലുണ്ടായിരുന്ന എല്ലാവരും. വണ്ടിയില് ചന്ദ്ര വണ്ടി പണിത ഞാനില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ വണ്ടീനെ മോശമായിട്ട് പറഞ്ഞ എന്തോ ഇട്ടത്. അല്ല നീ പറഞ്ഞ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? ഞാനെന്താ പറഞ്ഞ നീ ബെല്ലാരി കോഴിയിടല്ലടാ, അതെന്താ ചോദിക്കണേ? ബെല്ലാരി TVയുടെ എന്നാ ഞാൻ ബെല്ലാരിയുടെ സ്ഥാനത്ത് ഞാൻ ചോദിക്കാം. ബെല്ലാരി TVയുടെ വണ്ടി മോശം എന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞേ? അതിന്റെ അകത്തിരുന്ന് കുറച്ചില്ലടാ, ഇപ്പൊ കാണിച്ചില്ലേ POV? നിങ്ങൾ കണ്ടില്ലേ? എന്തിനാ പറഞ്ഞേ? വാസുണ്ട മാസൂന്നൊക്കെ പറഞ്ഞ അതും ഞാനല്ല പറഞ്ഞത്. അതൊന്നും പറഞ്ഞില്ല. എടാ ഇവരെ കിക്കടാ, ഇവരെ കിക്കടാ. ഞാൻ ഒരു കാര്യം പറയാം, ഇവന്റെ കയ്യിൽ അത് ബെല്ലേരി അല്ല ബ്രോ പറഞ്ഞത്. ബ്രോഡയിലെ POV എടുത്ത് നോക്കി അറിയത്തില്ല ആരാ. അപ്പൊ ബെല്ലാരി അന്തേരി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലേ? ഞാൻ റേഞ്ച് ബേറ്റ് ആയിട്ടും ഇല്ല ബ്രോ. ഞാൻ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. നീ ഒരു വാണമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ റേഞ്ച് ബേറ്റ് അല്ലല്ലോ, നീ ഒരു പക്ക വാണമായിട്ടുണ്ട്. അത്ര വലിയ നീ ഒരു പക്ക വാണം. നീയാണ് വാണം, മനസ്സിലായ? അതെ അത് നമുക്കറിയാം. ആരവാണോ നമുക്കറിയാം കേട്ടോ. അവിടെ ബെല്ലാരിയുടെ വീസി പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട. പറയണ്ട, ഒന്നും പറയില്ല. ഈ വണ്ടിയുടെ കേസിലോ കൊടുത്ത കേസിലോ അങ്ങനെ എന്തെങ്കിലും പറയണ്ട. കാരണം അത് വേറെ കാര്യം. വണ്ടി മേടിച്ച് മര്യാദ എന്റെ കൊണ്ട് തന്നേക്കണേ ബ്രോ. ആ ഫയൽ ശരിയെന്നല്ല, അത് നീ തരണം. ശരി. ഒരു സെക്കൻഡ്, നീ ആ വണ്ടിയുടെ കേസ് വേറെ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ
അത് ഇതിപ്പോ സംസാരിക്കേണ്ട 50 രൂപയ്ക്ക് എന്തോ അല്ലേ വിറ്റ്? അല്ല, അത്ര നീ വില ഉള്ളൂ എന്റെ വണ്ടിക്ക്. നീ സംസാരിച്ച POV അത്രേ എന്റെ വില ഉള്ളൂ. ഉണ്ട്. ഇവിടുന്ന് പുച്ഛിച്ചിട്ടൊക്കെ കളയുമ്പോ അത്രയും വില അതിന് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നീ ഉണ്ടാക്കിയ വണ്ടിക്ക് 50 രൂപയുള്ള വില. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ വിറ്റു. ഞാൻ ഉണ്ടാക്കിയ വണ്ടിയല്ല, ഇപ്പൊ ഞാനല്ലേ വില ഇടേണ്ടേ? അപ്പൊ നീ വില ഇട്ട് 50 രൂപയാണെന്ന്. അപ്പൊ ഇപ്പോഴത്തെ വണ്ടിയുടെ വില നീ ഇടണ്ട, മനസ്സിലായോ? നമ്മൾ ഇടും. ആ വിലക്ക് ഇടാനുള്ളതില്ല. ഓ അത് നീ നീ ഒന്ന് ഉണ്ടാക്കി കാണിക്കടാ. ഇതുപോലൊരു സാധനം നീ ഒന്ന് ഉണ്ടാക്കി കാണിച്ച നീ മുക്കോടാ. നീ ഒരു വർഷം കൊണ്ട് കാണിച്ചത്. ഒരു വർഷം അതുകൊണ്ടാണ് ഇപ്പൊ കൊണ്ട് കളഞ്ഞത്. ഒരു വാറിന് മൂഞ്ചി തെറ്റി ഊമ്പി കിടന്നു. അതുകൊണ്ട് ഇന്ന് പോടാ. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് അവന്റെ എത്തിക്സ് ആണ് ഇപ്പൊ സംസാരിച്ചത്. അതായത് നീയൊക്കെ ഉണ്ടാക്കി തന്ന വണ്ടിയാണ്, അതായത് സൈക്കിൾ ഉണ്ടാക്കി തന്ന വണ്ടിയാണ് ഈ പറയുന്ന ഹൈന. അത് അവൻ ആരുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് എടുത്ത് കൊടുത്തത് വേറൊരുത്തിന്. അതാണെന്താടാ നീയൊക്കെ നിന്റെ എത്തിക്സ്? വണ്ടി ഉണ്ടാക്കാനുള്ള കാര്യം കണ്ടില്ലായിരുന്നല്ലോ. അല്ല സെക്ക, നീ ഒരു വീറ്റു എന്നും പറഞ്ഞൊരു പാട്ട് ഉണ്ടാക്കി തന്നില്ല. അതൊന്നും വരുന്നവയാ ആ സൂപ്പർ. അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞല്ലേ വിറ്റത്. അതുകൊണ്ടല്ലേ നീ 50 രൂപയ്ക്ക് മറച്ചു വിറ്റത്. ഓ ചെല്ല് ചെല്ല്. എന്നിട്ട് ഒന്ന് സ്റ്റോറി മുഞ്ചിന്ന് അതേ പറ്റുന്ന സ്റ്റോറി പകുതി മെഷ് പോലും ഇല്ല. നിനക്ക് എന്തെങ്കിലും പറഞ്ഞ നിനക്കുള്ള എക്സ്പ്രഷൻ തരാൻ ഞാൻ നിനക്ക്. നീ ചെല്ല്. ഒരു സ്റ്റോറി ഇട്. ഇതാണ് ഇവന്റെ ഒക്കെ തനിക്കോണം, മനസ്സിലായ? ഇവര് ഡയറക്റ്റ് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു എക്സ്പോസ് ആയതാ. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇത് എന്റെ റേജ് വെയിറ്റ് ആയിരുന്നു കേട്ടാ. സത്യം പറഞ്ഞ ഈ VC-യിൽ വരുന്നത് ആ റേജ് വെയിറ്റിൽ കൊത്തിയവന്മാരൊക്കെ ഇവിടെ വന്ന് അവന്മാരുടെ തണിക്കുനം കാണിച്ചിട്ട് പോയി. സത്യം പറഞ്ഞു ഇതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞിട്ട് പോയത്. അതായത് അവൻ ഉണ്ടാക്കി തന്ന വണ്ടി നമുക്ക് ഞാൻ കാര്യം പ്രശ്നമുണ്ട്. അതാണ് ബ്രാവോ, നമ്മൾ വെറുതെ ഉണ്ടാക്കിയുള്ള കാശ് കൊടുത്ത് ഉണ്ടാക്കിയ നമ്മുടെ വണ്ടി. ജസ്റ്റ് സിമ്പിൾ ഞാൻ കാര്യം പറയാം. നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് അവരുണ്ടാക്കി തന്ന വണ്ടി അത് ഞങ്ങൾക്ക് ഇൻ കേസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞങ്ങൾ ഒരുത്തല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ വെച്ചോ, വേറെ ആർക്കെങ്കിലും കൊടുക്കണാണോ മര്യാദ? ആ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി. അവൻ 50 രൂപയ്ക്ക് സ്വന്തം വണ്ടി. ശരി, പക്ഷെ അവൻ എങ്ങനെ അത് കൊടുക്കുക? നമ്മളതിന് പേയ്മെന്റ് കൊടുത്ത് വണ്ടി വാങ്ങിയതല്ലോ അവരുടെ കയ്യിൽ നിന്ന്. ഫുൾ PO ഉണ്ട്. ഇവിടെ നമ്മളെ അടിക്കാനും പറിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രസ്ട്രേറ്റഡ് കുണ്ണുകളൊക്കെ ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. വേറെ അണ്ടിപ്പലി കുണ്ണപ്പേരെന്നൊക്കെ ഇട്ടിട്ട് ഓരോന്ന് വരും. ഈ കുണ്ണയ്ക്കൊന്നും ഇവിടെ ഗ്യാങ് കൊടുക്കല്ലേ ബ്രാവോ? ഞാൻ ഇത് എനിക്ക് സെർവറിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യണമല്ല ബ്രാവോ. ഇമാതിരി ഫ്രസ്ട്രേറ്റഡ് വാണങ്ങൾക്കൊന്നും ഈ സെർവറെ കളിക്കാൻ എന്താ കൊടുക്കില്ല. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഇമാതിരി വാണങ്ങൾ ഇവിടെ കൊണ്ടുവരല്ലേ ബ്രാവോ? എന്റെ റിക്വസ്റ്റ് ആണ്. ബെല്ലരിക്കത്തുള്ള ബാക്കിയുണ്ട് കുറച്ച് പേര് നമ്മുടെ ഇഷ്യൂ ഉള്ള. അവരുടെ കേസല്ല പറഞ്ഞ ഇവന്മാർ ഈ ഇതിന്റെ സീനിലുള്ള കുറച്ച് പേരുണ്ട്. ഇവന്മാര് എല്ലാരും പ്രശ്നമൊന്നുമല്ലോ. സൈക്കിൾ ഉച്ചക്ക് വന്നപ്പോളിയാ വെയിറ്റ് ചെയ്ത് സൈക്കിൾ ഉച്ചക്ക് വന്നപ്പോ സൈക്കിൾ ഒന്നും പറഞ്ഞില്ലേ? സൈക്കിൾ ഇപ്പൊ സൈക്കിൾ ഇല്ല. എന്റെ PO സ്റ്റോറി ഇടാനുള്ള കഴിവുള്ള സംസാരിക്കണേ എന്റെ PO ഉണ്ട്. സൈക്കിൾ ഉച്ചക്ക് ഒന്ന് എല്ലാം വാങ്ങിച്ച് കേട്ടിട്ട് അതുപോലെ അങ്ങ് മിണ്ടാതെ പോയതാ. ഉച്ചക്ക് ഞാൻ പണ്ട് 2018 എന്റെ വൈറലായ ഒരു തെറിവിളി ഉണ്ടായിരുന്നു മറ്റേ ബൂട്ട് ക്യാമ്പില്. ആ സാധനം ഞാൻ ഉച്ചക്ക് ഇവനെ വിളിച്ചായിരുന്നു, ഈ സേക്കിനെ. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയവനാണ് ഇപ്പൊ ഇവിടെ നിന്ന് മാസ് അടിച്ചിട്ട് പോയത് കേട്ടാ. ഇതാണ് ഇവന്മാര്, മനസ്സിലായ? ഇതാണ് ഇത്രയും കുറച്ച് നാളായിട്ട് ഞാൻ പറയാനിരുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം അറിയോ ഗൈസ്? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരും? ജമാലു, സാക്ക് ഇവരെല്ലാം ബാലനെ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ RP കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ജമാലുനെ സാക്കിനെ ഡിസപ്പിയർ ആയി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെ അതില് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്. മുച്ചിറി എന്തിനാ TV-യിൽ വന്ന് അവനെ എടുത്ത് കളഞ്ഞൊന്നും അല്ല സത്യം പറഞ്ഞ. മുച്ചിറി ബെല്ലാരിന്ന് ഇറങ്ങിയ ഒറ്റ കാരണത്തില്ല. ബെല്ലാരിക്കാർ പറഞ്ഞ് നീ ഇവരുടെ കൂടെ കളിക്കുവാണെങ്കിൽ ഇനി ബെല്ലാരിൽ ഉണ്ടാവൂലെന്ന്. മുച്ചിറി അമ്മമാരെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് RP ചെയ്യാനും എനിക്ക് ഇതെല്ലാം ഉണ്ടാക്കി തന്നത് സ്നൈപ്പും അവരൊക്കെയാണ്. സോ അവരെ കളഞ്ഞിട്ട് എനിക്ക് ഇതാക്കി വരാൻ പറ്റത്തില്ല, എനിക്ക് ഗ്യാങ്ങിൽ കളിക്കാൻ താല്പര്യം ഇല്ലെന്നാണ് മുച്ചിറി പറഞ്ഞത്. മനസ്സിലായ? അവ അങ്ങനെ ഇറങ്ങി വന്നാണ് ഇതിനകത്ത്. അല്ലാതെ ഒരു കൊച്ചി ഇറക്കിന് ഞാൻ ഒരിക്കലും ചാൻസ് TV-ക്കകത്ത് കൊടുക്കത്തില്ലെന്ന് ഞാൻ പലവട്ടം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൊച്ചി ഇറക്കനെ അസീമിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി ഒരു കൊച്ചി ഇറക്കനെ എനിക്ക് TV-ക്കകത്ത് എടുക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടും ഞാൻ മുച്ചിറിയെ ഇതിനകത്ത് എടുത്തതിന്റെ ആ ഒരു കാര്യം അവനോടുള്ള ആ ഒരു ഡിസിഷന്റെ പുറത്തുള്ള റെസ്പെക്ട് കൊണ്ടാണ്.
ഓൺ ദ സെയിം സൈഡ് സാക്കും ജമാലും എല്ലാം അവർക്ക് ആ ഗ്യാങ്ങിൽ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അച്ചീവ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കയറിയതായിരിക്കും എന്താ ബെല്ലാരിക്കകത്ത്. അപ്പൊ അവന്മാർക്ക് അത് വിട്ടിട്ട് വരാനുള്ള ഒരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവന്മാര് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്, നമ്മളെ അവരാതൊന്നും പറഞ്ഞിട്ടില്ല, അവന്മാർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ അവരോട് പോയി പറഞ്ഞു കൊടുത്ത് എന്താ സ്നൈപ്പിന്റെ അടുത്തും ബാലന്റെ അടുത്തും സാവേജിന്റെ അടുത്തും ഇനി ഒരു ഇഷ്യൂ. അപ്പൊ ഗൈസ് ഞാൻ തിരിച്ച് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ചോദിച്ചേക്കുക. ഞാനിപ്പോ ഇവരോട് പറയുക, എന്താ സരക്കുമായിട്ട് ഞാൻ അടിയുണ്ടായി ഇറങ്ങി, ഇനി കണ്ണാപ്പി ബോബോയി നിങ്ങൾ മേലാല് സരക്കിന്റെ ലൈവിൽ പോയിരുന്ന് അവന്റെ കൂടെ വേറെ ഗെയിംസ് കളിച്ചേക്കരുത്, അത് കളിച്ചേക്കരുത്, ഇത് കളിച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ സെയിം സാധനമാണ് ഇവര് ജമാലിനോട് സാക്കിനോട് പറഞ്ഞത്. ഈ സെയിം സാധനമാണ് അവര് പറഞ്ഞത്. ഇതിൽ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായി? ഇതാണ് കാര്യം. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ അന്ന് തുടങ്ങിയ ഇഷ്യൂ ആണിത്. അന്നാണ് ഈ വില്ലി എന്ന് പറയണ ഈ പയ്യൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കോൾ കണ്ണാപ്പി, ഇനി പുണ്ടച്ചയെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാം സോൾവ് ചെയ്യണം ഇനി കണ്ണാപ്പിയെ. അവനാണല്ലോ ഇവിടുത്തെ ഇത്. ഇനി വേണ്ട, നമ്മളിത് ഇവിടെ നടത്തുകയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഇനി വന്നു കഴിഞ്ഞാൽ രായം വിളിക്കുന്ന ഒരു സെക്കൻഡ്. അല്ല ഞാൻ പറഞ്ഞു, ഇതിന്റെ ബാക്കിയിട്ട് ഇനി സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഇനി ഇത് സ്റ്റോറി ഇട്ട് ആഘോഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും ബാക്കി. ഞാന് അപരാധിക്കാനോ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞാണെന്ന് ഗ്രൂപ്പിൽ പോലും. അല്ല കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണ സ്നൈപ്പിനോ ഇവനോ എന്തെങ്കിലും ഇവന്മാർക്ക് അപരാധിക്കാനുണ്ടെങ്കിൽ ഇവന്മാർ നേരെ വന്ന് ഇടുവേ ഉള്ളൂ. ഇത്രയും നാളെ ഒന്നും പറയാതെ, ഇത്രയൊക്കെ അവന്മാരുടെ ഉള്ളിലുണ്ടായിട്ട് ഇത്രയും നാളെ ഒന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. അവന്മാരൊന്നും മിണ്ടിയിട്ടില്ല ഇത്രയും നാള്. ഇത് ഇന്ന് ഇവരുടെ വായിന്ന് കേൾക്കുന്നത് വരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ ഈ ഇഷ്യൂസ്? എടാ രായം വിളിക്കണോ ഒരു സെക്കൻഡ്. എടാ ബാലൻ എന്താ ചെയ്തേ? കൊള്ളാം ബ്രോ. ഞാന് ദാമു വന്നിട്ട് ബെല്ലാരിലുള്ള 5 വരെ 1v5 എന്തോ അടിച്ച്. അപ്പൊ ഞാൻ ദാമുവിനോട് എന്നിട്ട് പറഞ്ഞു, അളിയാ സൂപ്പർ കിടില എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ബെല്ലാരിയാന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതാണ് ഇവന്മാർ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. എനിക്കറിയത്തില്ല ഇതിനൊക്കെ ഇത്ര കടിമൂത്ത് എന്തിനാന്ന്. കണ്ണാപ്പി വന്നാട്ടാ ഡെഫൻ അടിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കാര്യമായിട്ടെന്തോ. എന്റെ ലൈവ് കാണുന്നവര് കാണുമല്ലോ ഇവിടെ. ഞാൻ ബെല്ലാരിനെ പറ്റി എന്തെങ്കിലും അവരത് ഇവിടെ എന്താടാ എന്റെ പേരെന്തോ വന്നെന്ന് കേട്ടല്ലോ. ഒരു 8ഓളം പേര് വന്നിട്ട് നിന്നെ തെറി വിളിച്ചിട്ട് പോയി. പോയല്ലേ? ഇപ്പൊ ഇങ്ങനെ ശരിയാവും. നിങ്ങൾ തിരിച്ചു വിളിച്ചായിരുന്നോ എന്നെ പറഞ്ഞപ്പോ? തെറിയൊന്നും വിളിച്ചില്ല, നമ്മള് കാര്യം സംസാരിച്ചു. ഇപ്പൊ എങ്ങനെ പോവേ നിന്റെ എന്റെ പേര് വന്നെന്നടാ. നീയും ഉണ്ടായിരുന്നു കേട്ടോ. നീ നോക്കിയ ആരാണ്? ഫോൺ വേറെ ആരത്? ബെല്ലാരിലുണ്ടായിരുന്നൊരു പ്ലെയറാ. അപ്പൊ സംസാരിക്കില്ല. നിന്റെ പേരുണ്ടായിരുന്നു കേട്ടോടാ. അല്ല ഇതാരാണ് നോക്കിയ റൈറ്റ് എന്ന് പറയാൻ എന്താ സംഭവം? റൈറ്റിലോട്ട് തിരിഞ്ഞു. അല്ലേ ആര് എവിടെ? ഇതൊക്കെ എവിടാ കാണിക്കുന്നേ? എനിക്ക് കാണുന്നില്ല. ബോധം വേണ്ട. നമ്മള് എല്ലാം വിളിച്ചു പോയ പോരെ. ഞാൻ ഇത്ര നേരം വരാതിരുന്ന ഞാൻ 2026 നന്നാവാന്ന് വിചാരിച്ചാ. നീയൊന്നും ഒരിക്കലും ജീവിതത്തിൽ നന്നാവത്തില്ല, മനസ്സിലാവണം. ഞാൻ വെറുതെ ഇരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ ആ വലിയ ഞാൻ ഇന്ന് ഗ്രൂപ്പിലൂടെ പറഞ്ഞ എന്റെ ലൈഫിൽ ഞാൻ ഇത്ര മാനമായിട്ട് ഗ്രൂപ്പിൽ ഇതില് ഡയോസിന് അവര് ഇന്ന് ഞാൻ ഉച്ചക്കണ്ടായിരുന്നു സരക്കിന്റെ കാര്യമൊക്കെ ആയിട്ട് എന്താ പറയുക. അവർക്ക് ഇതായിട്ട് ഒരു കണക്ഷനും ഇല്ല. നിങ്ങള് ആ ഒരു ഇത് എന്റെ വേറെ കാര്യമാണ്. അവരെ ഇതാക്കല്ലേ. സാംസങ് വാസ് ലെഫ്റ്റ്.
അത് ഈ വർഷം കൊണ്ട് ലെഫ്റ്റ് ആയി ഇപ്പൊ എല്ലാം റിലീഫ് ചെയ്ത്. കണ്ണൻ എടുത്തില്ലേ കണ്ണൻ ഈ പ്രാവശ്യത്തെ സാംസങ്? ഞാൻ എടുക്കുന്നില്ല, ഞാൻ എടുക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പോലും complete ആയിട്ടില്ല. 3 മാസം കോൺട്രാക്ട് ആണെങ്കിൽ ഞാൻ എടുക്കാം. എടാ പക്ഷെ ഞാൻ അറിഞ്ഞ നിനക്ക് ഫോൺ കിട്ടുമെന്നാണല്ലോ കണ്ണാപ്പി കള്ള. അവൻ കോൺട്രാക്ട് എടുക്കാത്തോണ്ട് അവര് 6 ഇറക്കണല്ലേ. എടാ കണ്ണാപ്പി നീ കോൺട്രാക്ട് എടുത്തെന്നാണല്ലോ കള്ള ഞാൻ അറിഞ്ഞത്. ഞാൻ എടുക്കില്ല പോടാ. കണ്ടാ മതി, നീ കണ്ടിട്ടാ ഞാൻ തെറി വിളിക്കല്ലേ വന്നിട്ട്. 3 മാസത്തെ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു അണ്ണാപ്പി തരാന്ന് പറഞ്ഞോ? ഇല്ല സീൻ ചെയ്തിട്ട് ബ്ലൂടേക്ക് കിടക്കും എപ്പോഴും. അപ്പാപ്പനെടുത്തോ പാപ്പ? ജോലിക്ക് അവിടെ ജോലിക്ക് കേരളത്തിലെ ഡീലർ ഇപ്പൊ കേരളത്തിലെ ഡീലർ അവിടെ ജോലിക്കും കയറി. എടാ വേറെ ആരെടുത്തില്ല ഈ വിസിയിൽ ഒരാളെടുക്കും, അതെനിക്ക് ഉറപ്പാ. ആരാ? സാംസങ്ങിന്റെ ഒഫീഷ്യൽ പ്രൊമോട്ടർ 5 വർഷമായി S20 സീരീസിലെ തുടങ്ങിയതാ. ടുമോറോ വരും കേട്ടാ. ശരി കേസുണ്ട് ഇപ്പൊ. അത് ശരത്തേട്ടനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് ചോദിച്ചത് നമ്മള് 2026 ശരത്തേട്ടന്റെ കോൺട്രവേഴ്സിയാണ് ഫസ്റ്റ്. പിന്നെ എവിടെ കണ്ണാപ്പി മേരെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? എന്ത് മുമ്പാനെ കെട്ടി എഴുന്നേറ്റ് ഉറങ്ങിയായിരുന്നു, വീണ്ടും എണീറ്റതാ. ഉറങ്ങിക്കൂടെ? ഇതിപ്പോ ഉറങ്ങും. ഡ്രീമർ എന്തിടാ പോയി ഉറക്കൊന്നും ഇല്ലേടാ? ഉറക്കൊക്കെ പോയി, ക്ഷീണ ഇപ്പൊ. അല്ല ബോബോയ്, അന്ന് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ആവുന്നു വേണ്ടല്ലോ എന്റെ അടുത്ത് പോയി ആയില്ലേ? ബോബോനെ അവസാനം കാണുന്ന റോഡിൽ വെച്ചിട്ട് അയ്യോ എന്റെ പുതിയ വണ്ടി കാണാനില്ല എന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ എന്ത് ഓട്ടമാണ് നീ റോഡിൽ ഞാൻ വന്നിട്ട് പോലും പിടിക്കാൻ പറ്റില്ല. തപ്പിക്കൊണ്ടിരുന്ന കൂടെ നടന്ന തപ്പാൻ ഞാൻ വന്ന് നിന്നെ കാണണ്ടേ? അതല്ല ബാലെന്ന് ഉമ്മ വെച്ചായിരുന്നു എല്ലാരെയും. ചക്കരേ ഉമ്മ എനിക്കൊരു 1000 ഉമ്മ തന്നു. അല്ല കണ്ണാപ്പി നീ ഉമ്മ ഉണ്ടല്ലോ, ഇവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വേറെ ഏതൊരു മനുഷ്യനാ. വെള്ളം അടിച്ചു ഇരുന്നിട്ട് ശരത്തേട്ടനല്ല, ഇരുന്നിട്ട് ചക്കരേട്ടനാണ്. ഒരു 100 തൊട്ട് ചക്കര ഉമ്മ വരും എല്ലാരും. ഒരു 100 ഉമ്മയും ജോക്കാണ് ഒരു കാര്യം മനസ്സില്ല. പല ആൾക്കാരും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക്. അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് കുടിയെന്നൊക്കെ പറയാ മനസ്സിലായ അമ്മൂനെ കടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല മമ്മ എന്നെ കടിച്ചു. കേക്കണ ഇല്ല ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇനി അപരാധം വേണ്ടെന്നാ. ഇല്ല ചേട്ടാ ഇതൊരു ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം പോയി ചേർത്തേട്ടാ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം, അത്രേ ഉള്ളതാ. നമ്മുടെ കാര്യം നോക്കുന്നതിന്റെ അല്ല ബാല, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായാലും ഇപ്പൊ നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾക്കാരല്ലാടാ ഇവരൊക്കെ. ഒരു സമയത്ത് നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനെ അടുത്ത സൈഡിൽ നിന്ന് നമ്മള് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആരെ വിശ്വസിക്കണ്ടേ ഇനി? അതെന്റെ ചോദ്യം, ആരെ വിശ്വസിക്കണ്ടേ ഇതിനകത്ത്? എല്ലാവർക്കും ടിവിയിലെ സ്ലോട്ടാണ്, അത് കിട്ടാത്തവന്മാരെല്ലാം അവർക്കെല്ലാവർക്കും ഞാൻ കുണ്ണയാ. ഇപ്പൊ വിട്ടറായത് അണ്ണാ വിട്, കഴിയില്ലേ ഇനിയിപ്പോ എന്താ പോട്ട്. ഹലോ പോയാ ഉണ്ട് ചന്ദ്ര ഇല്ല ഇവിടെ. ഹലോ 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 കേക്കാടാ?
ചേട്ടാ 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 പോന്ന് ഭയങ്കര ചൂടാവുകായിരുന്നല്ലടാ നീ. ഞാൻ അവസാനമാണ് കണ്ടേ. ഭയങ്കര ചൂടാവുകായിരുന്നല്ല നീ. ചൂടോ ഭയങ്കര റൈസ് ആവുകായിരുന്നല്ലോ നീ. ഇല്ലേട്ടാ നമുക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ട് ഗ്യാങ് വാർ വരുന്ന പോലെ അല്ലല്ലോ ഇത്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നെ നമ്മൾ ഒരു പെട്ടെന്ന് നമുക്ക് അവരെ ഇഷ്ടമല്ലാത്തൊരു പ്ലേസിൽ കാണുമ്പോഴത്തേക്കും ഒരുമാതിരി തോന്നും. ഞാനത് പവിൻ ബ്രോന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറഞ്ഞില്ല അതിന്റെ അകത്തിരുന്നു. പക്ഷെ നിങ്ങളെ ഒന്നും ആ ഒരു ആ ഒരു ഫ്രെയിമില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിന്റെ അകത്ത് മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ ചേട്ടാ ഇവരാരും ഒന്നും പറയണ്ട. ഇവരിരുന്ന് യൂക്കുന്നേയും കളിയാക്കുന്നേയും ഇവരെ ഒന്നും നമ്മൾ അങ്ങനത്തെ ഒരു ഫ്രെയിമില് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തവരാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു ഫ്രെയിമിലാണ് നമ്മള് മനസ്സിലായി ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും കണ്ടത്. അന്നേരം നമുക്ക് ഒരുമാതിരി ബാഡായിട്ട് തോന്നി എല്ലാ ഇത്. പവൻ ബ്രോയും ഉണ്ടായിരുന്നു. പവിൻ ബ്രോ അല്ലേ പണ്ടെന്താ പറഞ്ഞു OG വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തോന്ന് വിട്ടേര് ബാല വിടു. സംസാരിച്ച് തീർത്തായിരുന്നല്ലോ അവരോട് ഉച്ചയ്ക്ക്. സംസാരിച്ച് തീർക്കൊന്നുമില്ല ചേട്ടാ. കാണിച്ചത് പോക്കൃത്തരമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ്, വണ്ടി വിറ്റത് പോക്കൃത്തരമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ്. അവൻ്റെ അടുത്ത് ഞാൻ നല്ല ട്രിഗർ ആയി. അവനെ ഞാൻ തന്തയ്ക്ക് തളയ്ക്ക് എല്ലാം വിളിച്ചു. മറ്റേ ഇവനെ അവന്മാർ പിന്നെ വരുന്ന ന്യായീകരിക്കും. അവൻ പറയണത് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ വിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത പൈസയും ഇതും എന്താണ്? അത്രയും പൈസ കൊടുത്തല്ലേ? എന്തോ ആയിക്കോട്ടെ ചേട്ടാ. ഹൈന നമ്മൾ ഓൺ ചെയ്ത വണ്ടിയാ. അപ്പൊ ഹൈന വേർഷൻ 2 വേറൊരു ഗ്യാങ് കളിക്കുന്നതിൽ ചേട്ടന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചേട്ടനാണ് ഒരു സാധനം 1 സാധനം നമുക്ക് തന്നിട്ട് അതിന്റെ വെർഷൻ 2 വേറൊരാൾക്ക് വെളിയിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കത് പറ്റത്തില്ല. മനസ്സിലായി. എന്തോ ന്യായം പറഞ്ഞു എന്നിട്ട് കൊടുത്ത റീസൺ എന്തോ? അത് നിങ്ങളുടെ വണ്ടി അല്ലെന്ന്. ചന്ദ്രനോട് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ വണ്ടി അല്ലെന്ന് പറഞ്ഞ് തർക്കിച്ചവനത്. അല്ല നമ്മുടെ വണ്ടികളിൽ നമ്മള് പൈസ കൊടുത്ത് പണിഞ്ഞ സാധനമല്ല. പിന്നെ നമ്മുടെ വണ്ടി ആവാത്ത അവന് ഓറഞ്ച് അലോയി ഇട്ട് കൊടുത്ത് പാട്ട ഫിറ്റ് ചെയ്ത മറവ് വെച്ച് കൊടുത്തിട്ട് പറയോ അത് ഹൈന അല്ലെന്ന്. ഞാൻ എന്ത് പറയാനാ ചേട്ടാ അവനോടൊക്കെ? നമ്മൾ ഇത്രയും വർഷം കൊണ്ടുവന്ന ആ ഒരു വണ്ടിക്കുള്ളൊരു പേരുണ്ട്. അത് ബാലൻ ഇഷ്യൂ വലുതാക്കാണ്. ബാലൻ ഇഷ്യൂ വലുതാക്കാനാണെങ്കിലല്ലടാ ഒരു ജവാന് മേടിച്ചിട്ട് ഒരു 6 മാസം മുമ്പ് ഇവന്മാര് കാണിച്ച കുണ്ണത്തരം ലൈവ് ഇട്ടാ മതിയായിരുന്നു. എനിക്ക് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു. ഞാൻ എന്തേലും ലൈവിലോ എന്തേലും അവരതും പറഞ്ഞിട്ടുണ്ടോ? ഇവനിപ്പൊ എന്റെ പേര് ഡ്രാഗ് ചെയ്തപ്പോഴാണ് ഞാൻ ഇവിടെ VC പോലും വന്നത്. എപ്പൊ വന്ന് തുടങ്ങി ലൈവ്? എനിക്കിത് വലുതാക്കാണെങ്കിൽ നേരത്തെ പറ്റും. ചുമ്മാ ഇരുന്ന് അവരാതം പറയല്ലേ കുണ്ണങ്ങളെ. ഇത് ഇന്നത്തെ ഉച്ചക്കത്തെ മീറ്റിംഗ് ആണ്. ഇത് ഞങ്ങളുടെ വണ്ടി. ഇത് ഹൈന V2. ഈ സാധനം നീ ബ്രാൻഡിങ് ഇല്ലാതെ വിറ്റെന്ന് പറഞ്ഞ ഇത് അപ്പൊ ലിവറി ആണോ നീ പറയണ? കളഞ്ഞ് അതിൽ ടിവിയുടെ ടെക്സ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ട സാധനം. അതിന് ഓൾറെഡി ഇതാണ് അവൻ പറഞ്ഞ ന്യായം. ടിവിയുടെ എല്ലാ സാധനവും എടുത്തു കളഞ്ഞെന്ന്. ചേട്ടാ ലോകത്തെ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നേ. ലോഗോ വെച്ചല്ലോ ഉണ്ടാക്കുന്നേ. പിന്നല്ലേ ലിവറി അടിക്കണേ. ഒന്നും പറയല്ല ചേട്ടാ. ഞങ്ങൾ മനസമാധാനത്തിൽ ചേട്ടാ ഒരു നല്ല വണ്ടിയൊക്കെ കൊണ്ടുവന്ന് സന്തോഷത്തോടെ നല്ലൊരു RP ഒക്കെ ചെയ്ത് ഇന്നലെ മര്യാദക്കല്ല എൻ്റെ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയതാ. എന്നിട്ട് ഇനി നാളെ പറയും ഇന്ന് നമ്മൾ പറഞ്ഞതിന് ഹേറ്റ് കിട്ടിയെന്ന്. എന്നിട്ട് ഇത് ഞാൻ ഇറങ്ങുന്നതാണ് ഇവന്മാരെ, അല്ലെങ്കിൽ ഞാൻ വലുതാക്കുമെന്ന് പറയാം. ഞാൻ എന്തായാലും ഞാൻ പോട്ടെ ഞാൻ പോട്ടെ. ഞാനേ ഒരാളെയും വിളിക്കാതെ സംസാരിക്കണ ഇതുകൊണ്ടാണ് കുണ്ണകളെ. മനസ്സിലായ നിനക്കൊക്കെ? ഇത്രയും നാള് ഞാൻ ഒരാളെ ഇവന്മാരെ ഒരു പിള്ളേരെ നിങ്ങൾ വെറുതെ ഇതിനകത്ത് ഇരിക്കണ്ടടാ. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇതായിക്കോളാം. നിങ്ങളെല്ലാം താഴെ പൊക്കോ. ഞാൻ ഇത് അവർക്ക് വരാൻ വേണ്ടിട്ട് VC-യില് ഉണ്ടാക്കിയതാ. നിങ്ങൾ താഴെ പൊക്കോ.
ഇത് ആരാ? ഇത് നിനക്ക് അറിയാവുന്ന അറിയില്ല. ശവക്കല്ലറയിലുള്ള ആൾക്കാർക്ക് സംസാരിക്കാം. നമ്മുടെ ടിവിയുടെ പറമ്പിൽ എപ്പോഴും അടങ്ങിയിരിപ്പുണ്ട്. എന്നെ ഇട്ടാടേ പറമ്പില്. പിന്നെ ഓൾറെഡി ഫോട്ടോ എത്തിയിട്ടുണ്ട്. കൊള്ളാം. ഞാൻ എവിടെ പോണം? ഇനി കല്ലറ ആർപ്പി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അഥവാ തിരിച്ചു വന്നാലും. കല്ലറക്കകത്ത് സർവൈവ് ചെയ്യുന്നത്. ഒരു കംബാക്ക് ഉണ്ട്. ഇവിടെ കേറിയ സമയത്ത് എന്നോട് പറഞ്ഞേ കംബാക്ക് ഉണ്ടെന്ന് കേട്ടോ. ഇത് ജോക്കിയാടേ. ഞാനിപ്പോ വന്നു പിന്നെ. ജോക്കി എന്തൊരു ജോക്കി? ഇതിപ്പോ കോമ്പറ്റീഷൻ ആയല്ലോ സ്ലോട്ടിന് വേണ്ടിട്ട്. ഏത് ഇപ്പൊ എവിടെ നിന്ന് വന്നത്? പെട്ടെന്ന് ഇറങ്ങണം മിസ്റ്റർ. ഫ്ലോട്ടില്ലല്ലേലും ഇനി വില്ലത്തിൽ കൂടെ വരാനുള്ളൂ. എന്റെ മടിയിരുന്നാണെങ്കിൽ സ്ലോട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഇല്ല, എന്നെ കിണ്ടിയല്ലേ? പിന്നെ 3 മാസങ്ങളോളമായി. ശരിയാണ്. ടൈം ട്രാവൽ ചെയ്ത് വന്നെന്നൊക്കെയാണ് പറയണത്. ഓ അതാ ഒരു മാസത്തേക്ക് ഒന്ന് ഇറങ്ങേണ്ട. ആര്? ജോക്കി കംബാക്ക്. ജോക്കി ഇത് കേക്കാൻ വയ്യതൊക്കെ. അവിടെ ഒരു കളർ എക്സ്ട്രാ അമ്മാവന്മാര് റീയൂണൈറ്റഡ്. ശരിയല്ലേ? ഞാന് ജോക്കി മെന്നി. എന്നാ കൂട്ടത്തിൽ കൂട്ടല്ലേ, ഞാൻ പയ്യനാണേ. എന്നെ കൂട്ടല്ലേ അമ്മാവന്റെ ഈ എക്സ്ട്രാ മനസ്സുകൊണ്ട് നിങ്ങളൊക്കെ അമ്മാവന്മാരാ. ഞാനും ജോക്കിയല്ലേ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഗൈസ്, ചിലപ്പോ എറണാകുളത്ത് നിന്ന് മാറേണ്ടി വരും. ഈ കുറച്ചു മുമ്പുണ്ടായ റാപ്പ് ഇവിടുത്തെ അപ്പുറത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവര് മറ്റേ ഇതിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, എന്റെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പില്. ഹിയറിംഗ് സോ മച്ച് അബ്യൂസീവ് വേർഡ് ഫ്രം ദ വില്ല നമ്പർ 16 എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ വന്ന്. അപ്പൊ ഉടനെ എന്നെ ഇവിടുന്ന് കിണ്ടി. അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ വില്ലക്ക്? പിന്നെ അതൊക്കെ എന്റെ ഫ്ലാറ്റില്ല. അപ്പുറത്തെ അങ്കിളൊക്കെ ഇത് കേട്ടപ്പോ ഓർക്കുന്ന പുള്ളിയൊന്നൊരു വിഷയമല്ല. ജോക്കി എന്തിനു വിളിക്കണം അവിടെ കിടന്ന്? ലൈവ് ഇടാറില്ല, പിന്നെ എന്തിനു ശബ്ദം ഉണ്ടാക്കണം? സത്യം പറ. അത് കേട്ട് ഉറങ്ങുന്നുണ്ട്. ശരിയാണല്ലോ പറഞ്ഞ പോലെ. ഒന്നും പറയാനില്ല. അയ്യോ. ഓക്കെ നാളെ ഞാൻ എല്ലാരും കൂടെ ഇരിക്കണുണ്ട്. ഞാൻ നിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് ഇവരെ ഇരിക്കണുണ്ട് വന്ന. ഒന്നെങ്കിൽ എന്തെങ്കിലും നല്ലതിന് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആരുടെയും അടിയന്തരത്തിന് വരും. ഹലോ അണ്ണ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ അണ്ണ. കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാനൊന്നും അറിയാതെ ഒരു വാണം എന്ന് പറഞ്ഞ ശരിയായ ഒരു വാണപ്പയ്യൻ ഉണ്ടായിരുന്ന വില്ലി എന്ന് പറഞ്ഞ പയ്യൻ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോയിരിക്കുകയാണ് പയ്യൻ. എന്തോ ചെയ്യണം ഞാൻ? തിരിച്ചു പറയണോ ഉണ്ടായോ? തിരിച്ചു വിളിക്കണം, അത്ര തന്നെ. അങ്ങനത്തെ വേറെ ചോദ്യമൊന്നുമില്ല. ഇല്ല, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മള് പോയി എപ്പോഴത്തേക്ക് വിളിക്കാൻ പോയി. നീ ഏതാടാ കുണ്ണേ? നീ ലൈവ് ഇട്ട് നിന്റെ 10-12,000 പേര് വന്നിട്ട് മറ്റേ ചാറ്റ് കിടന്ന് സപ്പോർട്ട് ചെയ്യുമ്പോ നീ ഏത് വൈദ്യനാവണേ? ഞാൻ എന്ത് റേജ് ആയിരുന്നെ? ഞാൻ വീട്ടിൽ മാന്യമായിട്ടല്ലടാ സംസാരിച്ചേ. നിന്നെ പോലെ കുണ്ണ പൂരിമോനെ ഇടപ്പൂരിമനെ മെസ്സേജ് ചെയ്ത് പൂരിമോനോ? അതെന്താണ് പൂരിമോൻ? പൂരിമോനെ ഇടപ്പൂരിമോനെ ഇടപ്പൂരിമോനെ. ലൈവ് ഒന്ന് കഴിഞ്ഞോട്ടാ. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാവാ മോനെ, നിന്നെ വിളിക്കാം. ആരെ വിളിച്ചത്? ബാലിനെ വിളിച്ചത്? അല്ലല്ല, ഇതിപ്പോ എനിക്കിപ്പോ അയച്ചതാ. ജോക്കി, ഞാൻ സത്യം പറയല ജോക്കി, ഇവന്മാർ ഇങ്ങനെ ഒരു ഡേക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു, മനസ്സിലായ? എനിക്കൊന്നും അയച്ചേക്കല്ലേ. നല്ല പരിചയമുള്ള പേര്, അത് ആരത്? അല്ലല്ല, ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ തെറിവിളിക്കണല്ലേ? എടാ പ്യൂരിമോനെ, എടാ പ്യൂരിമോനെ, എന്താണ് മൈര പ്യൂരിമോനെ? എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് നേരെ നിന്ന് ഒരു തെറി വിളിക്കാൻ അറിയാത്ത വാണക്കണ്ടി. എന്ത് പറയാനാണെന്ന് പറ. ഇനി രണ്ടെണ്ണം കൂടെ കൂട്ടി മുട്ടിച്ചോ? കണക്ട് ആക്കിയാ? അല്ല മെന്നിയെടുത്ത് 2 പീസും കൂടെ കൂട്ടി മുട്ടിച്ചോ? ഇല്ല ജോക്കി, വൻ വിഷയമായിട്ടിരിക്കണ.
മന്നി അത് വലിയ പാടൊന്നും ഇല്ല മിന്നി, ഈസിയാ മിന്നി. ഒരു HDMI എടാ നിന്നെ ഞാൻ വിളിക്കാൻ ഫോണില്ല അപ്പൊ പറയാല്ല. ഓക്കെ. ഈസി വെക്കാൻ വീട് വേണ്ടേടാ. അത് ശരിയാ. അറിയല്ലോ, ഇനി കണക്ട് ചെയ്താ പോരെ. ഓ ഷിഫ്റ്റ് ആയോ അങ്ങോട്ട്? എല്ലാം ആയടേ. ഇന്നത്തോടെ എല്ലാം ഒരു ഇതായി. ഇനി കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യണം. എടാ പിന്നെ അത് വലിയൊരു ടാസ്ക് ആണ്. മ്യൂട്ടാക്കി വെച്ചേക്കാൻ നിനക്ക് ആര് സെറ്റ് ചെയ്യുന്നടാ ഈകളെ? സത്യം പറ, നീ എന്നെ ചെയ്ത നിനക്ക് സ്വന്തമായിട്ട്? മിന്നി അത് ഭയങ്കര ഈസിയാ മിന്നി. ഒരു പീസിയുടെ ഔട്ട് എന്താ പാട്? അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിന്നെ ഈകളെ ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് ചെയ്യുമായിരുന്നു ചേട്ടാ. അവൻ അതൊക്കെ വിട്ട സീനാണ്. അവനാണ് എനിക്ക് പറഞ്ഞു ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. ഞാനല്ല പറഞ്ഞു. എനിക്കൊരു സാധനം ഒരു വഴി ഇല്ലാതെ അവസാനം ഇവനെ വിളിച്ചു. ഇവനെ അറിയാൻ ഒരു വഴി ഇല്ലെന്ന് വിചാരിച്ച് വിളിച്ചാ. നോക്കിയപ്പോ ഇവനെല്ലാം അറിയാൻ പറഞ്ഞു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇതാര് ബ്രാവോയാ? ഓ കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. എടേ S26 എടുക്കണല്ലേടാ? ഓ വേണ്ട, ഒരു പ്രൊമോഷൻ എടുത്ത S26 നിന്റെ അടുത്ത് പറഞ്ഞു. ശരത്തേട്ടാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങള് ഒരു വർഷം സ്ട്രീം ചെയ്ത അടുത്ത വർഷമാണ് നിങ്ങളെ കാണുന്നത്. സാംസങ്ങിന്റെ ഒക്കെ അങ്ങനെ പ്രൊമോഷൻ ഫോണൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഡിസപ്പിയർ ഒരിക്കലും ചെയ്യൂല ചേട്ടാ, ഒരിക്കലും. പണിയാ അവർ വീട്ടിൽ വന്ന് കൊണ്ടുപോകും. ഞാൻ എടുക്കാൻ പോണു വീണ്ടും. ബോബിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറങ്ങി സാംസങ്ങിന്റെ, കണ്ടല്ലേ? അതൊക്കെ കൊണ്ട് കൊടുത്ത് വേറെ ഫോൺ ബോബേത മുറുക്കടനൊക്കെ കൊണ്ട് കൊടുത്ത് ചായ എടാ അത് ചോദിക്കാൻ വിട്ടോടെ ഈകളെ. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അവന്റെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ബോബ് വിഷയമായിരുന്നു. അതൊക്കെ എവിടെ കാണാൻ പറ്റും? ഞാൻ ഒന്നും കണ്ടില്ല. ഒന്നുമില്ല പിന്നെ അതൊക്കെ കോൺസെർട്ട് ഒന്നും ലൈവ് ഇടത്തില്ലായിരുന്നു. അതാ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ നടക്കട്ടെ. അപ്പം ഞാൻ ചുമ്മാ വന്നേ. ഓക്കെ. ഇനിയൊരു തെറിവിളിയൊന്നും വേണ്ട. ഞാനിപ്പോ ലൈവ് കഴിഞ്ഞിട്ടേ ഉള്ളു ചേട്ടാ. അതിനെല്ലാം ഞാനിപ്പോ അവനെ ഫോൺ വിളിച്ച് സംസാരിക്കണതാണ് നല്ലത്. ഇനി ഞാൻ ഈ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫ്യൂരി ഇങ്ങനൊന്നും വിളിക്കാൻ എനിക്ക് വയ്യ ചേട്ടാ. നമുക്ക് നേരെ അങ്ങ് വിളിച്ച് സംസാരിക്കണല്ലോ നല്ലത്. സംസാരിക്കടാ നല്ലത്. ബ്രോ നിനക്ക് വല്ലതും വന്നോടാ? എനിക്കറിയത്തില്ല, നോക്കിയില്ലേ ചേർത്തേട്ടാ? റിഫ്രഷ് ചെയ്ത് നോക്ക്. എന്താ പറയാ, ഇവന്മാരുടെ ഒക്കെ ഗുണം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത്. എന്തായാലും ഏറ്റ് അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇന്ന് RP കയറുന്നില്ല കൈസ്. ഞാൻ സത്യമായിട്ട് RP കയറാനുള്ള മൈൻഡല്ല. സത്യമായിട്ട് ഞാൻ മൈൻഡ് ഔട്ട് ആയ മൈൻഡ്